നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ബഡ്ജറ്റിന് മുമ്പുള്ള അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന്. ഇന്നലെ റിലയൻസ് 1.5% റാലി രേഖപ്പെടുത്തുകയും ഡാബറിൻ്റെ ഒരു റാലിയുടെ ഒരു ഭാഗമായിട്ട് ഇന്നലെ നിഫ്റ്റി കൃത്യമായിട്ട് മൂന്നാമത്തെ ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. US മാർക്കറ്റിലും ചൈനീസ് ഡീപ്സീക്ക് എയുടെ ഇടിവ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു റിക്കവറി മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് 25 ബേസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതുകൊണ്ട് ഇന്നലെ യൂറോപ്യൻ കമ്പനീസും യൂറോപ്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എങ്കിലും FIs ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ 4583 കോടി രൂപക്ക് സെൽ നടത്തി. DIs 2166 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസവും FIs സെല്ലിങ് ആയിരുന്നിട്ട് കൂടിയും മാർക്കറ്റ് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം റീറ്റെയിലേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഇപ്പോൾ ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. അവരുടെ ആക്ഷൻ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ അവർ ട്രെൻഡിനനുസരിച്ചാണ് എപ്പോഴും റീറ്റെയിലേഴ്സ് പോകുന്നത്. ഇനിയിപ്പോൾ ഇന്ന് L&Tയുടെയും ബാങ്ക് ഓഫ് ബറോഡയുടെയും അതുപോലെയുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുമുണ്ട്. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 1,04,468, ബ്രന്റ് ഓയിൽ 76, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡും $2,797 പെർ ഔൺസ് എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട ഒരു പ്രതിഭാസം ഇന്ത്യ വിക്സ് 6% ഇടിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യ വിക്സ് 17.3 എന്ന നിലയിലാണ് നിൽപ്പ്. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ദിവസം വരികയാണോ ഉള്ളൂ ഈ ഒരു ഇന്ത്യ വിക്സ് ഇത്ര ഹൈ ആയിട്ട് നിൽക്കുന്നത്. ബഡ്ജറ്റ് വന്നതിന് ശേഷം അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവും ആവാം. പക്ഷെ അത് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യ വിക്സ് ഇത്ര ഹൈ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ആവശ്യകത ഉണ്ടാവില്ല. ഇന്ത്യ വിക്സ് ബാക്ക് ടു നമ്മൾ പഴയ റേഞ്ചുകളായിട്ടുള്ള 10, 11 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇന്ത്യ വിക്സ് പതിയെ മൂവ് ചെയ്യും. അപ്പോൾ അത് പ്രീമിയം വളരെ ശക്തമായ രീതിയിൽ DK സംഭവിക്കും. ഇപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവാണ് പ്രീമിയം, അതെല്ലാം തന്നെ DK സംഭവിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് പോകും. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 5.6% ഉയർന്ന് 4,837 കോടി രൂപ കരസ്ഥമാക്കി. L&T കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 3,358 കോടി രൂപ കരസ്ഥമാക്കി. ബയോകോൺ ബയോളജിസിലെ 1.5% ഇക്വിറ്റി അക്വയർ ചെയ്യാനായിട്ട് ബോർഡ് അംഗീകാരം കൊടുത്തു. GSW സ്റ്റീൽ കമ്പനി ഇവരും തൈസൻകുറപ്പ് ഇലക്ട്രിക്കൽ സ്റ്റീൽ ഇന്ത്യയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ടോറൻറ്റ് പവർ 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഒരു പ്ലാന്റ് ഗുജറാത്ത് എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:1 റേഷ്യോയിലാണ്. വെസ്റ്റേൺ കാരിയേഴ്സ് കമ്പനി 170 കോടി രൂപയുടെ ഓർഡർ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനി ഇവർ 631 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അൻസൽ പ്രോപ്പർട്ടീസ് കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. ജൂപ്പിറ്റർ വാഗൺ കമ്പനി ഇവരുടെ തന്നെ ഒരു പ്രൊമോട്ടേഴ്സ് 0.94% സ്റ്റേക്ക് കമ്പനിയുടെ സെല് ചെയ്തു. PNB ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് PNB പരിവാസ് ഓപ്പൺ മാർക്കറ്റിലൂടെ 0.05% സ്റ്റേക്ക് ബൈ ചെയ്തു. ആവാസ് ഫിനാൻസ് കമ്പനി 117 നിന്ന് 146 കോടി രൂപയിലേക്ക് ഉയർന്നു. അജന്ത ഫാർമ 233 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 233 ആസ്ട്രൽ കമ്പനി ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് നെറ്റ് പ്രോഫിറ്റ് 0.4% ഫ്ലാറ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ നിർമ്മാതാക്കളാണ്. ആസ്ട്രലിൻ്റെ എല്ലാം തന്നെ വാട്ടർ ടാങ്കും പൈപ്പുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിരിക്കും. ഹോക്കിൻസ് കുക്കർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19 നിന്ന് 21 കോടി രൂപയിലേക്ക് ഉയർന്നു. നവീൻ ഫ്ലോറിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7.5% ഉയർന്ന് 83 കോടി രൂപ കരസ്ഥമാക്കി. 78 കോടി രൂപയിൽ നിന്നാണ് റവന്യൂവും 21% ഉയർന്നു. പ്രാജ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 42% ഇടിഞ്ഞു. 41 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 78 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈക്കോൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34 നിന്ന് 41 കോടി രൂപയിലേക്ക് ഉയർത്തി.
ബജാജ് ഹോൾഡിങ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 88% ഉയർന്ന് 38 കോടി രൂപയിൽ നിന്ന് 71 കോടി രൂപയിലേക്ക് ഉയർന്നു. ഇൻഡിജൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 98 നിന്ന് 110 കോടി രൂപയിലേക്ക് ഉയർന്നു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് നെറ്റ് പ്രോഫിറ്റ് 5% ഡിക്ലൈനായി 299 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. 316 കോടി രൂപയുണ്ടായിരുന്നു. സ്റ്റാർബക്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ US കമ്പനിയും ടാറ്റ കൺസ്യൂമറും 50-50% ജോയിൻറ്റ് വെഞ്ചറിലായിട്ടാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ സ്റ്റാർബക്സിൻ്റെ എല്ലാം തന്നെ സ്റ്റോറുകൾ അതിൻ്റെ എണ്ണം കൂട്ടുമെന്ന് ടാറ്റ കൺസ്യൂമർ പറഞ്ഞിരുന്നു. ജിൻഡാൽ സ്റ്റീൽ പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 951 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. ഇനി കമ്പനികളുടെ എല്ലാം തന്നെ റിസൾട്ട് എന്ന് വരും, കമ്പനികളുടെ എല്ലാം തന്നെ ഡിവിഡൻഡ് എന്ന് കൊടുക്കും, എത്ര രൂപയാണ്, IPO എന്നാണ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.